ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ 43ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളുമാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് PSC എക്സാമിൽ ഉറപ്പായും ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ടിന് നമ്മുടെ ടെലഗ്രാമിൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കിടക്കാം. എന്താണ് ജീവകങ്ങൾ? പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ജീവകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് എന്തെന്ന് പറയുന്നത്? ജീവകങ്ങൾ എന്ന് പറയുന്നത്. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്രെഡറിക് ഹോപ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. അപ്പോൾ ജീവകങ്ങൾ കണ്ടെത്തിയത് ഏത് ശാസ്ത്രജ്ഞനാണെന്ന് ചോദിച്ചാൽ അത് ഫ്രെഡറിക് ഹോപ്കിൻ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചാൽ രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ തെറ്റിച്ച് കളയരുത്. ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാസിമർ ഫംഗ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇനി ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. അതായത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും അതേപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും. അപ്പോൾ ജീവകങ്ങളെ നമുക്ക് എത്രയായി തരംതിരിക്കാമെന്ന് ചോദിച്ചാൽ രണ്ടായിട്ട് ജീവകങ്ങളെ നമുക്ക് തരംതിരിക്കാം. അതായത് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും അതേപോലെ തന്നെ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും രണ്ടായി തരംതിരിക്കാം. ഇനി ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിസി എന്നോർത്താൽ മതി. അപ്പോൾ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് ബിയും അതേപോലെ തന്നെ ജീവകം സി എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ ബിയും വൈറ്റമിൻ സിയുമാണ് ജലത്തിൽ ലയിക്കുന്നവ. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടയ്ക്ക് എന്നോർത്താൽ മതി. ADEK. ഓക്കെ, അപ്പോൾ ADEK ആണ് ജീവകം എ, ജീവകം ഡി, ജീവകം ഇ, ജീവകം കെ. അങ്ങനെ 4 എണ്ണമാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ. അടയ്ക്ക് എന്നോർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അതായത് എന്താണ് ജീവകങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ എന്താണ് ജീവകങ്ങൾ? അതായത് പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ എന്ന് പറയുന്നത്. പച്ചക്കറികളിൽ നിന്നും ലഭ്യമാകുന്ന പോഷകമാണ് ജീവകങ്ങൾ. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു PYQ ആണ്. മറക്കരുത്, എഴുതി വച്ചു പഠിച്ചോ. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മാർക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ ആണ്. എന്നാൽ ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് ആരാ ചോദിച്ചാൽ പേര് നൽകിയത് കാസിമർ ഫംഗ ആണ്. പേര് നൽകിയത് കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിൻ ആണ്. പേര് നൽകിയത് കാസിമർ ഫംഗ ആണ്. രണ്ടും മാറിപ്പോകരുത്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. അപ്പോൾ ജീവകങ്ങൾ കണ്ടെത്തിയത് ഫ്രെഡറിക് ഹോപ്കിനും ജീവകങ്ങൾക്ക് ആ പേര് നൽകിയത് കാസിമർ ഫംഗ എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ജീവകങ്ങളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു. അതിൽ ഒന്ന് ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും രണ്ട് കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും. അപ്പോൾ ജീവകങ്ങളെ നമുക്ക് എത്രയായിട്ട് തരംതിരിക്കാം? അവയുടെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിട്ട് തരംതിരിക്കാം. അതിലൊന്ന് ജലത്തിൽ ലയിക്കുന്നവയും മറ്റൊന്ന് എന്താണ്? കൊഴുപ്പിൽ ലയിക്കുന്നവയുമാണ്. ഇനി ജലത്തിൽ ലയിക്കുന്നവ, ജലത്തിലൂടെ നമ്മൾ ബിസി ആയിട്ട് പോകുന്നു എന്ന് ഓർത്താൽ മതി. അപ്പോൾ എന്താണ്? ജലത്തിൽ ലയിക്കുന്നവ ജീവകം ബിയും ജീവകം സിയുമാണ്. എന്നാൽ കൊഴുപ്പിൽ ലയിക്കുന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ADEK, അടയ്ക്ക് എന്നോർത്താൽ മതി. കൊഴുപ്പ് ഉള്ള സാധനങ്ങൾ നമ്മൾ അടച്ചു വയ്ക്കണം എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ കൊഴുപ്പ് അടച്ചു വച്ചു. അതേപോലെ തന്നെ എന്താണ്? ജലത്തിലൂടെ ബിസിയായി പോയി എന്ന് ഓർത്താൽ മതി. നിങ്ങൾക്കും എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് അത് വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നും ഏതൊക്കെയാണെന്നുള്ളത് പഠിക്കാം. ജീവകം എ. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് ജീവകം എ ആണ്. മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ് ജീവകം എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം എ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? റെറ്റിനോൾ ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്താണെന്ന് ചോദിച്ചാൽ അത് റെറ്റിനോൾ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ
പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാന്നുള്ളത് ഓർക്കുക. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം ഇങ്ങനെ തന്നെ PSC ചോദിച്ചിട്ടുണ്ട് മക്കളെ, ഓർത്തു വയ്ക്കുക. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? കരോട്ടിനാണ്. അപ്പോൾ ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കരോട്ടിനാണ് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. ഓക്കെ, അപ്പോൾ ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ് ജീവകം എ സംഭരിക്കുന്നത്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന്. അപ്പോൾ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ എ ആണ്. നമുക്ക് പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ എ ആണ്. അതേപോലെ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകം എന്ന് പറഞ്ഞാൽ ജീവകം എ ആണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റെറ്റിനോൾ ആണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കരോട്ടിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക, അല്ലെങ്കിൽ തെറ്റായവ മാത്രം തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കുമ്പോൾ ഇത് മൊത്തമായിട്ട് അങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, ഇനി ജീവകം എ സംഭരിക്കുന്നത് കരളിലാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഒത്തിരി തവണ ചോദിച്ചതാണ്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നിശാന്തത, സിറോഫ്താൽമിയ. അപ്പോൾ ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തത, സിറോഫ്താൽമിയ. ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില. ഓക്കെ, അപ്പോൾ ജീവകം എ നമ്മൾ പറയാറുണ്ട് ഈ മുതിർന്ന ആളുകൾ നമ്മുടെ അടുത്ത്, അതായത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന ഇലക്കറികൾ നന്നായി കഴിക്കണം, പാലുൽപ്പന്നങ്ങൾ നന്നായി കഴിക്കണം. അതേപോലെ തന്നെ എന്താണ്? ക്യാരറ്റ് മുതലായ സാധനങ്ങൾ കൂടുതലായി കഴിക്കണം, കണ്ണിൻ്റെ ആരോഗ്യത്തിനും കാഴ്ചശക്തി കൂടാൻ എന്നൊക്കെ മുതിർന്നവർ നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ജീവകം എ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഏതൊക്കെ പദാർത്ഥങ്ങളിലാണെന്ന് ചോദിച്ചാൽ മക്കളെ വെരി വെരി ഇമ്പോർട്ടൻ്റ്. ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരള്, പയറില, ചേമ്പില, മുരിങ്ങയില. ഈ 7 പദാർത്ഥങ്ങളും ഒന്ന് ഓടിച്ചു പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ജീവകം എ ധാരാളമായി കാണപ്പെടുന്നത് ക്യാരറ്റിൽ കാണപ്പെടുന്നു, ചീരയിൽ കാണപ്പെടുന്നു, പാലുൽപ്പന്നങ്ങളിൽ കാണപ്പെടുന്നു, കരളിൽ കാണപ്പെടുന്നു, പയറില, ചേമ്പില, മുരിങ്ങയില മുതലായവയിൽ ഉറപ്പായും എന്തുണ്ട്? ഈ പറയുന്ന ജീവകം എ കാണപ്പെടുന്നു. ഇനി ജീവകം എ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർഗ്രറ്റ് ഡേവിസും അതേപോലെ തന്നെ എർമൽ മക്കുലവുമാണ്. അപ്പോൾ എൽമർ മക്കുലവും അതേപോലെ തന്നെ മാർഗ്രറ്റ് ഡേവിസുമാണ് ജീവകം എ കണ്ടെത്തിയത് എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ജീവകം എ കുറിച്ച് അല്ലെങ്കിൽ വൈറ്റമിൻ എ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകം മക്കളെ ഒന്നുകൂടി എൻ്റെ കൂടെ പറഞ്ഞു പോയിക്കോ, തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലേക്ക് പതിയുന്നതായിരിക്കും. അപ്പോൾ ജീവകം എ എന്താണ്? മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയാ കാണുന്ന ജീവകമാണ്. ജീവകം എയുടെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നുള്ളതാണ്. പ്രോവൈറ്റമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തു ഏതാണെന്ന് ചോദിച്ചാൽ അത് കരോട്ടിനാണ്. ക്യാരറ്റിൻ്റെ ഓറഞ്ച് നിറത്തിന് കാരണം കരോട്ടിനാണ്. ജീവകം എ സംഭരിക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ആണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ നിശാന്തത, സിറോഫ്താൽമിയ. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ചോദിച്ചാൽ ക്യാരറ്റ്, ചീര, പാലുൽപ്പന്നങ്ങൾ, കരൾ, പയറില, ചേമ്പില, മുരിങ്ങയില എന്നിവയാണുള്ളത് ഓർത്തു വയ്ക്കുക. ജീവകം എ കണ്ടെത്തിയത് ആരാന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കുക, ജീവകം എ കണ്ടെത്തിയത് മാർഗ്രറ്റ് ഡേവിസും എൽമർ മക്കുലവുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. എൽമർ മക്കുലം, മാർഗ്രറ്റ് ഡേവിസ്. ഓക്കെ, ഇനി നമുക്ക് ജീവകം ഡിയിലേക്ക് പോകാം. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ഒത്തിരി തവണ ചോദിച്ച മറ്റൊരു
റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന സിമ്പിൾ GK. ഓക്കെ, ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ എന്നുള്ളതാണ്. ജീവകം ഡിയുടെ അപരനാമമാണ് സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, ജീവകം ഡിയുടെ അപരനാമം എന്താണ്? സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഡി ആണ്. പച്ചക്കറിയിൽ നിന്നും ലഭിക്കാത്ത ജീവകം. അപ്പോൾ പച്ചക്കറികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടത്തില്ല? ജീവകം ഡി ലഭിക്കത്തില്ല. അപ്പോൾ ജീവകം ഡി എന്ന് പറയുന്നത് എന്താണ്? സൺഷൈൻ വൈറ്റമിൻ ആണ്. അതേപോലെ തന്നെ പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത ജീവകമാണ് ജീവകം ഡി. പയോറിയ ബാധിക്കുന്ന അവയവമാണ് മോണ. എന്നാൽ പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാന്ന് ചോദിച്ചാൽ ത്വക്കാണ്. കൺഫ്യൂസിങ് ഫാക്റ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ പയോറിയ ബാധിക്കുന്ന അവയവം മോണയാണ്. എന്നാൽ പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാണെന്ന് ചോദിച്ചാൽ അത് ത്വക്ക എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലിൻ്റെയും അതേപോലെ തന്നെ പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ് മക്കളെ? ജീവകം ഡി ആണ്. എല്ലിൻ്റെയും അതേപോലെ തന്നെ പല്ലിൻ്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം ഡി ആണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം എന്ന് പറയുന്നത്. ഓക്കെ, ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ഡി ആണ്. അപ്പോൾ ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകം ചോദിച്ചാൽ ജീവകം ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. സ്റ്റിറോയിഡ് വൈറ്റമിൻ അങ്ങനെ ചോദിക്കാറുണ്ട്. കാരണം നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ എഴുതുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണം? പഠിച്ചു വയ്ക്കണം. സ്റ്റിറോയിഡ് വൈറ്റമിൻ. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് സൂര്യപ്രകാശത്തിലാണ്. നമ്മൾ പറയാറുണ്ട് ജീവകം ഡിയുടെ അഭാവം അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന സൺഷൈൻ വൈറ്റമിൻ, അതായത് സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യും? വൈറ്റമിൻ ഡി ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് വിദേശികളൊക്കെ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരൊക്കെ സൺബാത്തിന് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ പറയുന്ന വൈറ്റമിൻ ഡി കിട്ടുന്നതിന് വേണ്ട എന്ന് വിചാരിച്ച് നട്ടുച്ചയ്ക്കൊന്നും പോയി കിടക്കരുത്. അതായത് എന്താണ്? രാവിലെ ഈ പറയുന്ന 8 to 9 മണിയും അതേപോലെ തന്നെ എന്താണ് ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു സൂര്യപ്രകാശത്തിൽ നിന്നാണ് വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ഇപ്രാവശ്യം ഇപ്പോഴൊന്നും ആരും പോയി വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ടൊന്നും എന്ത് ചെയ്യരുത്? സൺബാത്തിനൊന്നും പോകരുത്. നമുക്ക് ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി നിലവിൽ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് സൂര്യപ്രകാശത്തിലാണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എർഗോസ്റ്റിറോളാന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. ജീവകം ഡി പ്രധാനമായും ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പാലുൽപ്പന്നങ്ങൾ. അപ്പോൾ ജീവകം ഡി ഏറ്റവും കൂടുതലായിട്ട് ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് പാലുൽപ്പന്നങ്ങൾ. അപ്പോൾ പാലുൽപ്പന്നങ്ങളിൽ നിന്നും അതേപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ ഡി ആണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് മക്കളെ, വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്നതാണ് ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ജീവകം ഡിയുടെ രാസനാമം, ശാസ്ത്രീയ നാമം ഏതാണെന്ന് ഉള്ളതാണ്. അത് കാൽസിഫെറോൾ എന്നുള്ളതാണ്. ജീവകം ഡിയുടെ ശാസ്ത്രീയ നാമമാണ് കാൽസിഫെറോൾ. സൺഷൈൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. പച്ചക്കറികളിൽ നിന്നും ലഭിക്കാത്ത വൈറ്റമിൻ. അതേപോലെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി ആവശ്യമാണ്. അപര്യാപ്തത രോഗം വൈറ്റമിൻ ഡിയുടെയാണ് റിക്കറ്റ്സ്. ശരീരത്തിൽ കാൽസ്യം, ഫോസ്ഫറസ് എന്നിവയുടെ ആഗീകരണത്തെ ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ്. അതേപോലെ സ്റ്റിറോയിഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നു. ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് സൂര്യപ്രകാശത്തിലും അതേപോലെ തന്നെ പാലുൽപ്പന്നങ്ങളിൽ നിന്നുമാണ്. ജീവകം ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജീവകം ഡി ധാരാളമായി കാണപ്പെടുന്നത് സൂര്യപ്രകാശത്തിൽ നിന്നുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് ജീവകം ഇയെ കുറിച്ച് പഠിക്കാം. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ഓക്കെ, ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ഏതെന്ന് പറയുന്നത്? ടോക്കോഫിറോൾ എന്ന് പറയുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ അത് മറ്റൊരു ചോദ്യമാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന
ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവകം ഇയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് വന്ധ്യതയാണുള്ളത്. ഓർത്തു വയ്ക്കുക, ജീവകം ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്നത് ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം. അപ്പോൾ ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതാണ്? ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന ജീവകം ഇ ആണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഓക്കെ, അപ്പോൾ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ഇ ആണ്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകവും ജീവകം ഇ ആണ്. ഓക്കെ, അപ്പോൾ നാഡികളുടെയും അതേപോലെ തന്നെ എന്താണ് ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത്, ഓർത്തു വയ്ക്കുക, ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത് എവിടെ നിന്നാ? സസ്യ എണ്ണകളിൽ നിന്നാണ് ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത്. സസ്യ എണ്ണകളിൽ നിന്നാന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജീവകം ഇ ഇത്രയാണ് പഠിക്കാനുള്ളൂ. അതായത് ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ എന്നുള്ളതാണ് ജീവകം ഇയുടെ ശാസ്ത്രീയ നാമം. ശ്രദ്ധിക്കുക, ജീവകം ഇയുടെ ശാസ്ത്രീയ നാമമാണ് ടോക്കോഫിറോൾ. ബ്യൂട്ടി വൈറ്റമിൻ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നതാണ്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം എയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം. ഈ ചോദ്യവും ചോദിച്ചിട്ടുണ്ട്, വന്ധ്യതയാണ്. അപ്പോൾ വന്ധ്യത ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ അപര്യാപ്തത കൊണ്ടാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ഇ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. മുട്ടയുടെ മഞ്ഞയിൽ ഏറ്റവും കൂടുതലുള്ളത് ജീവകം ഇ ആണ്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഇ. ജീവകം ഇ പ്രധാനമായും ലഭിക്കുന്നത് സസ്യ എണ്ണകളിൽ നിന്നാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അടുത്തതാണ് ജീവകം കെ. ജീവകം കെയുടെ ശാസ്ത്രീയ നാമം ഒത്തിരി തവണ ചോദിച്ചേക്കുന്നതാണ് ഫില്ലോക്വിനോൺ. ഓക്കെ, ഫില്ലോക്വിനോൺ എന്നുള്ളതാണ് ജീവകം കെയുടെ ശാസ്ത്രീയ നാമമാണ് ഫില്ലോക്വിനോൺ. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. അപ്പോൾ കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. അതേപോലെ തന്നെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം. അപ്പോൾ രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകമാണ് ജീവകം കെ എന്ന് പറയുന്നത്. രക്തം കട്ട പിടിക്കാൻ പഠിച്ചു വച്ചോ, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഈ ഒരു ചോദ്യം ചോദിക്കാം, അപ്പോൾ തെറ്റിപ്പോവരുത്. രക്തം കട്ട പിടിക്കാൻ അതേപോലെ തന്നെ തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം കെ ആണ്. ജീവകം കെയുടെ അപര്യാപ്തത രോഗമാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം കെയുടെ അപര്യാപ്തത രോഗം, അതായത് എന്താണ്? മുറിവുണ്ടായി കഴിഞ്ഞാൽ ആ മുറിവിലൂടെ രക്തം വാർന്നൊലിച്ച് മരിച്ചു പോകുന്ന അവസ്ഥ, അതാണ് ഹീമോഫീലിയ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ജീവകം കെ അപര്യാപ്തത കൊണ്ട് എന്ത് ചെയ്യത്തില്ല? രക്തം കട്ട പിടിക്കില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? രക്തം വാർന്നൊലിച്ച് മരിക്കുന്ന ഒരവസ്ഥയാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനം വെരി വെരി ഇമ്പോർട്ടൻ്റ്, ഒത്തിരി തവണ ചോദിച്ചു പോയ ഒരു ചോദ്യമാണ്. ലോക ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 17 ഓർത്തു വയ്ക്കുക. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് ക്യാബേജ്, ചീര, കോളിഫ്ലവർ. ഇവയിലാണ് ഏറ്റവും കൂടുതലായിട്ട് ജീവകം കെ അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ജീവകം കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവറിൽ നിന്നൊക്കെ ഏറ്റവും കൂടുതലായിട്ട് ജീവകം കെ ലഭിക്കുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ശാസ്ത്രീയ നാമം ഫില്ലോക്വിനോൺ എന്നുള്ളതാണ്. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കെ ആവശ്യമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം കെ ആണ്. അതേപോലെ തന്നെ എന്താണ്? നമുക്ക് തണുപ്പിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ജീവകം കെയുടെ അപര്യാപ്തത രോഗം ഹീമോഫീലിയ ആണ്. അതേപോലെ ഹീമോഫീലിയ ദിനം എന്നാണെന്ന് ചോദിച്ചാൽ അത് ഏപ്രിൽ 17 ഓർത്തു വയ്ക്കുക.
കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം കെ. ഏറ്റവും കൂടുതൽ ജീവകം കെ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ചോദിച്ചാൽ മക്കളെ അത് ഏതൊക്കെയാണ്? ക്യാബേജ്, ചീര, കോളിഫ്ലവർ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അടുത്തത് ജീവകം ബി ആണ്. ജീവകം ബി ധാരാളമായി അടങ്ങിയിരിക്കുന്ന പദാർത്ഥമാണ്. അരിയുടെ തവിടിലാണ് ഏറ്റവും കൂടുതൽ ജീവകം ബി അടങ്ങിയിരിക്കുന്നത്. ഇത് ഇങ്ങനെ തന്നെ PSC ചോദിച്ചേക്കണം. ഇതേ ചോദ്യം തന്നെയായിരുന്നു. ജീവകം ബി ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് അരിയുടെ തവിടാണ്. അതേപോലെ ഇത് തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. അരിയുടെ തവിടിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം ബി ആണ് എന്നുള്ളതും ഓർത്തു വയ്ക്കുക. ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. അപ്പോൾ വായ്പുണ്ണുണ്ടാകുന്നത് ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി എന്ന് പറയുന്നത്. അപ്പോൾ ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം B1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകം. ഓക്കെ, ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഓക്കെ, അപ്പോൾ ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബെറിബെറി ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി. ഇനി പാലിൻ്റെ ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകമാണ് ജീവകം B2. അപ്പോൾ പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അതിൻ്റെ ഉത്തരം ജീവകം B2 ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന ജീവകമാണ് ജീവകം B2. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അതായത് പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കൻ ആകുന്ന ഒരവസ്ഥ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം B3യുടെ അഭാവമാണ് പെല്ലഗ്ര എന്ന് പറയുന്ന രോഗത്തിൻ്റെ കാരണമെന്ന് പറയുന്നത്. അതായത് എന്താണ്? പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് എന്തെന്ന്? പെല്ലഗ്ര എന്ന് പറയുന്നത്. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. വൈറ്റമിൻ ജി എന്നറിയപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം B2 ആണ്. ജീവകം എച്ച് എന്നറിയപ്പെടുന്നത് ജീവകം B7 ആണ്. എച്ച് എന്നറിയപ്പെടുന്നത് എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന ജീവകമാണ് ജീവകം എച്ച്. ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ എന്ന് പറയുന്നത്. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം B9 ആണ്. ഓക്കെ, ജീവകം B9 ആണ് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകമാണ് ഏതെന്ന് പറയുന്നത്? ജീവകം B9 എന്ന് പറയുന്നത്. ജീവകം B9ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയാണ്. ജീവകം B9ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയാണ്. മെഗാലോ ബ്ലാസ്റ്റിക് അനീമിയ. ഇനി മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്ന ജീവകമാണ് ജീവകം B12. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിനാണ് B12. B12ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെർണീഷ്യസ് അനീമിയ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ജീവകം B12ൻ്റെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് പെർണീഷ്യസ് അനീമിയ എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട, പാൽ, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്. ഇതൊക്കെയാണ് ഏത്? ജീവകം ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജീവകം ബിയുടെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ജീവകം ബി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ചോദിച്ചാൽ അത് അരിയുടെ തവിടാണ്. ജീവകം ബി ധാരാളമായി അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥം. ബിയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് വായ്പുണ്ണ്. ധാന്യകങ്ങൾ നമ്മൾ പറയാണ്ട് ഈ വായിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരം പരുക്കൻ അവസ്ഥയിൽ ചെറിയ ചെറിയ കുരുക്കൾ പോലെ വരും. അപ്പോൾ അങ്ങനെ വരുന്നതിനാണ് ഈ വായ്പുണ്ണ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ മുതിർന്ന ആളുകൾ നമ്മുടെ അടുത്ത് പറയാറുണ്ട് ബി കോംപ്ലക്സിൻ്റെ ഗുളിക വാങ്ങി കഴിച്ചാൽ മതി എന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഈ പറയുന്ന ജീവകം ബിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വായ്പുണ്ണ്. ഓക്കെ, ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സഹായിക്കുന്ന വൈറ്റമിനാണ് വൈറ്റമിൻ ബി. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായ ജീവകമാണ് ജീവകം B1. ജീവകം B1ൻ്റെ അപര്യാപ്തത രോഗമാണ് ബെറിബെറി.
പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം ഏത് വൈറ്റമിൻ ആണെന്ന് ചോദിച്ചാൽ വൈറ്റമിൻ B2. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ്. പാലിൻ്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം B2 ആണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നയിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം B2 ആണ്. ജീവകം B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. പെല്ലഗ്ര എന്താണെന്ന് ചോദിച്ചാൽ പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെല്ലഗ്ര എന്ന് പറയുന്നത്. വൈറ്റമിൻ G എന്നറിയപ്പെടുന്ന ജീവകമാണ് B2. H എന്നറിയപ്പെടുന്നത് B7. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്നത് H ആണ്. ജീവകം B6ൻ്റെ അപര്യാപ്തത രോഗം ചോദിച്ചാൽ മൈക്രോസൈറ്റിക് അനീമിയാണ്. മൈക്രോസൈറ്റിക് അനീമിയ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ ജീവകം ചോദിച്ചാൽ ജീവകം B9 ആണ്. ജീവകം B9 ആണ് രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ളതാണ് B9 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ജീവകം B9ൻ്റെ അപര്യാപ്തത രോഗം മെഗാലോബ്ലാസ്റ്റിക് അനീമിയയാണ്. ഓക്കെ, മഴവെള്ളത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ജീവകം B12. കൊബാൾട്ട് അടങ്ങിയ വൈറ്റമിൻ ആണ് B12. ജീവകം B12ൻ്റെ അപര്യാപ്തത രോഗം ചോദിച്ചാൽ പെർണീഷ്യസ് അനീമിയയാണ്. ജീവകം B ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളാണ് മുട്ട, പാല്, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്. ഇത്രയും കാര്യങ്ങൾ B1-ഉമായും B2-ആയും B3-ആയും നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. കുറേ ചോദ്യങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? വൈറ്റമിൻ B അല്ലെങ്കിൽ ജീവകം B-യുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. പഠിച്ചു വയ്ക്കുക. ഒരു മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് ശാസ്ത്രീയ നാമങ്ങളാണ്. അപ്പോൾ ഓരോ വൈറ്റമിൻസും അതിൻ്റെ ശാസ്ത്രീയ നാമങ്ങൾ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ശാസ്ത്രീയ നാമം നമുക്ക് B1ൻ്റെ ഏതാണെന്ന് ചോദിച്ചാൽ തയാമിൻ ആണ്. തയാമിൻ. ഓക്കെ, അപ്പോൾ B1 തയാമിൻ, B1 തയാമിൻ. B2 റൈബോഫ്ലാവിൻ, അതേപോലെ തന്നെ വൈറ്റമിൻ G എന്നും പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അത് B2 ആണ്. B3 നിയാസിൻ, B3 നിയാസിൻ. B5 പാൻറ്റോതെനിക് ആസിഡ് ആണ്. B5 പാൻറ്റോതെനിക് ആസിഡ്. B6 പിരിഡോക്സിൻ ആണ്. പിരിഡോക്സിൻ ആണ്. B6 പിരിഡോക്സിൻ. B7 ആണ് ബയോട്ടിൻ. വൈറ്റമിൻ H എന്നറിയപ്പെടുന്നതാണ്. നമ്മൾ പറഞ്ഞു B7 ആണെന്നുള്ളത്. B9 ആണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡ് ആണ് B9 എന്ന് പറയുന്നത്. B12 ആണ് സൈനോകൊബാലമിൻ. എന്താണ്? സൈനോകൊബാലമിൻ ആണ് B12. അപ്പോൾ നോക്കി, B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഒരു സൈഡ് നിങ്ങൾ അടച്ചു വയ്ക്കുക. അണ്ട് B1 എന്ന് നോക്കുക. എന്നിട്ട് എന്താണ്? B1 എന്ന് പറയുന്നത് തയാമിനാണ്. B2 എന്ന് പറയുന്നതോ റൈബോഫ്ലാവിനാണ്. B3യോ നിയാസിനാണ്. B5 പാൻറ്റോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലമിൻ. അപ്പോൾ അത്രയും നമ്മൾ പഠിച്ചു. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ നോക്കുക, B1 തയാമിൻ, അങ്ങനെ നമ്മൾ പഠിക്കുക. ഒരു സൈഡ് അടച്ചു വെച്ച് നിങ്ങൾ നോട്ട് നോക്കി കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ പറ്റും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക? ഈ പറയുന്ന എന്താണ് തയാമിൻ എന്ന് പറയുന്നത് എന്താണ്? B1 ആണ്. അതേപോലെ തന്നെ എന്താണ്? റൈബോഫ്ലാവിൻ ആണ് B2. അടുത്തത് നിയാസിൻ ആണ് B3. അടുത്തത് പാൻറ്റോതെനിക് ആസിഡ് ആണ് B5. ഇനി പിരിഡോക്സിൻ B6 ആണ്. ബയോട്ടിൻ B7 ആണ്. B9 ആണ്, അല്ല ഫോളിക് ആസിഡ് ആണ് B9. സൈനോകൊബാലിമാണ് എന്ന് പറയുന്നത് B12. ഓക്കെ, അപ്പോൾ രണ്ട് സൈഡും മറച്ചു പിടിച്ച് അത് കാണാപ്പാടം പഠിച്ചു വെച്ചോ. അതായത് ശാസ്ത്രീയ നാമങ്ങൾ ഉറപ്പായും ഒരു മാർക്ക്, അതായത് LGS മുതൽ ഡിഗ്രി ലെവൽ വരെയുള്ള എക്സാമുകൾക്ക് നമുക്ക് ഈ പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും അതിൻ്റെ അകത്തെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് ഈ പറയുന്ന ജീവകങ്ങളും അവയുടെ ശാസ്ത്രീയ നാമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉറപ്പായും പഠിച്ചു വയ്ക്കണം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നും എഴുതി പഠിച്ചോ, നഷ്ടമില്ല. വരുന്ന എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു നമുക്ക് കൺഫ്യൂസിങ് ഫാക്റ്റും അതേപോലെ തന്നെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജയ്പൂരാണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ആണ്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ആണെങ്കിൽ അത് ന്യൂഡൽഹി ആണ്. ഓക്കെ, അപ്പോൾ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ന്യൂഡൽഹി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ ജയ്പൂർ ആണെന്നുള്ളതും ഓർത്ത് വയ്ക്കുക. അടുത്തത് ജീവകം C ആണ്.
പാൽ, മുട്ട എന്നിവയിലില്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. അപ്പോൾ പാല്, മുട്ട എന്നിവയിലില്ലാത്ത ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ജീവകം സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് പുളിരുചിയുള്ള പഴങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ സി കാണപ്പെടുന്നത്. നമുക്കറിയാം, അതായത് ഈ പറയുന്ന ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ രോഗികളുടെ അടുത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ കൊണ്ടുപോകുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓറഞ്ച്, അതേപോലെ തന്നെ എന്താണ് മുന്തിരി, അതേപോലെ ആപ്പിള് അങ്ങനെയുള്ള സാധനങ്ങളാണ്. കാരണം ഇളം പുളി രുചിയുള്ള പഴങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറ്റമിൻ സി ഉള്ളത്. അതുകൊണ്ട് തന്നെ മുറിവുണങ്ങാൻ കാരണമായിട്ടുള്ള വൈറ്റമിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈറ്റമിൻ സി ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്ന അപകടങ്ങളിൽപ്പെട്ട ആളുകളെ കാണാനായിട്ട് പോകുമ്പോൾ നമ്മൾ വൈറ്റമിൻ സി അടങ്ങിയ ഫലങ്ങളുമായിട്ട് പോകുന്നത് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ഓക്കെ, കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ ചോദിക്കാം. ഇനിയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ ജീവകം സി ആണ് കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം. ഓക്കെ, അപ്പോൾ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ജീവകം സി ആണ്, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം. അപ്പോൾ യുവത്വം നിലനിർത്താൻ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു ജീവകം തന്നെയാണ് ജീവകം സി എന്ന് പറയുന്നത്, യുവത്വം നിലനിർത്താൻ. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചാൽ അതും ഏത് തന്നെയാ? ജീവകം സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ജീവകം സി. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോയിന്റ്. ഓക്കെ, അതായത് അപകടങ്ങളിൽപ്പെട്ട ആളുകളെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ അവർക്ക് മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മൂലകമാണ് വൈറ്റമിൻ ആണ് ഏതെന്ന് പറയുന്നത് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. അപ്പോൾ ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീരണം ഉത്തേജിപ്പിക്കുന്ന ജീവകമാണ് വൈറ്റമിൻ സി. ഏറ്റവും കൂടുതൽ മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത് സ്കർവി എന്ന് പറയുന്നത്. അപ്പോൾ ജീവകം സിയുടെ അപര്യാപ്തത രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്കർവിയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കണ ഒരു ചോദ്യം തന്നെയാണ് ഇത്. അതേപോലെ തന്നെ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും സ്കർവി തന്നെയാണ്. ഓക്കെ, അപ്പോൾ നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏത് രോഗമാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? ഈ പറയുന്ന സ്കർവിയാണ്. സ്കർവി ഉണ്ടാകുന്നതിനുള്ള അപര്യാപ്തത ജീവകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജീവകം സി ആണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി എന്ന് പറയുന്നത്. ഇതിൻ്റെ മറ്റൊരു പേരാണ് നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗം ഏതാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം സ്കർവി എന്നുള്ളതാണ്, ഓർത്തു വയ്ക്കുക. മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു, അതാണ് അപകടങ്ങളിൽപ്പെട്ട ആളുകളെ കാണാനായിട്ട് നമ്മൾ പോകുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതാണ് ഈ പറയുന്ന പഴങ്ങൾ, അതായത് ഈ പറയുന്ന ഓറഞ്ച്, മുന്തിരി, അതേപോലെ തന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വൈറ്റമിൻ സി ഉണ്ട്. അതേപോലെ തന്നെ നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, ഇതൊക്കെ ജീവകം സി ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. അപ്പോൾ മുറിവുണങ്ങാൻ സഹായിക്കുന്ന ജീവകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? ഈ പറയുന്ന നമ്മുടെ വൈറ്റമിൻ സി ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ വൈറ്റമിൻ സി അല്ലെങ്കിൽ ജീവകം സിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം. അത് വൈറ്റമിൻ ഡി ആണ്. ഒരെണ്ണം
മുട്ട വൈറ്റമിൻ ഇയുമാണ്, പാല് വൈറ്റമിൻ ഡിയുമാണ്. അപ്പോൾ മുട്ട അതേപോലെ തന്നെ പാലിൽ ഇല്ലാത്ത ജീവകമാണ് ജീവകം സി എന്ന് പറയുന്നത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നതാണ്. അസ്കോർബിക് ആസിഡ് താഴെ പറയുന്നവയിൽ ഏത് വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമമാണ് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ സിയുടെ ശാസ്ത്രീയ നാമമാണ് എന്തെന്ന് പറയുന്നത് അസ്കോർബിക് ആസിഡ്. അസ്കോർബിക് ആസിഡ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത് പുളിരുചിയുള്ള പഴങ്ങളിലാണ്. ജീവകം സി ധാരാളമായി കാണപ്പെടുന്നത്. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം. കൃത്രിമമായി ശ്രദ്ധിക്കുക. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ഒരു ചോദ്യം വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രസ്താവനകളാണ് തരത്തുള്ളൂ. കൃത്രിമമായി നിർമ്മിച്ച ആദ്യ ജീവകം, ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് നഷ്ടപ്പെടുന്ന ജീവകം, യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം, മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം, രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമായ ജീവകം. ഇതെല്ലാം ഏതാണ്? വൈറ്റമിൻ സി ആണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിനും ജീവകം സി തന്നെയാണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ, ആൻറ്റി ക്യാൻസർ വൈറ്റമിൻ എന്നെല്ലാം അറിയപ്പെടുന്നു. ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന ജീവകം. ജീവകം സിയുടെ അപര്യാപ്തത രോഗം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ എഴുതി പഠിച്ചു വച്ചോ, നഷ്ടമില്ല, ഉറപ്പായും ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അത് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നു. മുറിവിണങ്ങാൻ സഹായിക്കുന്ന ജീവകം. സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കളാണ് പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില. ഇനി പ്രധാന അപര്യാപ്തത രോഗങ്ങൾ. ജീവകം എ ആണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. ജീവകം എ മാലക്കണ്ണ്, നിശാന്തത. ജീവകം A2 ആണ് സിറോഫ്താൽമിയ. A2 സിറോഫ്താൽമിയ. ജീവകം B1 ആണ് ബെറിബെറി. ജീവകം B1 ബെറിബെറി. ജീവകം B3 ആണ് പെല്ലഗ്ര. ജീവകം B3 പെല്ലഗ്രയാണ്. ജീവകം B3 പെല്ലഗ്ര. ജീവകം B9 ആണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. ജീവകം B9. ജീവകം B12 ആണ് പെർണീഷ്യസ് അനീമിയ. പെർണീഷ്യസ് അനീമിയ. ജീവകം സി ആണ് സ്കർവി. ജീവകം ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. ജീവകം ഇ വന്ധ്യത. ജീവകം കെ ആണ് ഹീമോഫീലിയ. നമ്മൾ പറഞ്ഞു എന്ത് അതായത് മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്നും രക്തം വാർന്നൊലിച്ച് മരിക്കുന്ന അവസ്ഥ, അതാണ് ഹീമോഫീലിയ. ലോക ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ 17 എന്നുള്ളത് കൂടി ഓർത്തു വയ്ക്കുക. മാംസ്യം കാഷ്യോർക്കർ മരാസ്മസ്. മെലാനിൻ വെള്ളപ്പാണ്ട് ആൽബനിസമാണ്. സൊമാറ്റോട്രോഫിനാണ് വാമനത്വം. ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസ് ആണ്. വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസ്പിഡസ് ആണ്. തൈറോക്സിനാണ് ഗോയിറ്റർ. അയഡിൻ്റെ കുറവ് മൂലമാണ് ഗോയിറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കുക. ഒരു മാർക്ക് നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. ജീവകം A1 ആണ് മാലക്കണ്ണ് അല്ലെങ്കിൽ നിശാന്തത. A2 സിറോഫ്താൽമിയ. B1 ബെറിബെറി. B3 പെല്ലഗ്ര. B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12 പെർണീഷ്യസ് അനീമിയ. സി സ്കർവിയാണ്. ഡി റിക്കറ്റ്സ്. ഇ വന്ധ്യത. കെ ഹീമോഫീലിയ. മാംസ്യത്തിൻ്റെ കുറവ് മൂലമാണ് ക്വാഷിയോർക്കർ മരാസ്മസ്. മെലാനിൻ വെള്ളപ്പാണ്ട് അല്ലെങ്കിൽ ആൽബനിസം. സൊമാറ്റോട്രോഫിനാണ് വാമനത്വം. ഇൻസുലിൻ ഡയബറ്റിക് മെലിറ്റസ് ആണ്. വാസോപ്രസിൻ ഡയബറ്റിക് ഇൻസിപ്പഡസ് ആണ്. തൈറോക്സിൻ ഗോയിറ്റർ ആണ്. അയഡിൻ ഗോയിറ്റർ ആണ്. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ള പ്രധാന അപര്യാപ്തത രോഗങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ധാതു ലവണങ്ങളാണ്. ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ് ഇരുമ്പ്. ഓക്കെ, അപ്പോൾ ഇരുമ്പ് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. കാൽസ്യം ഫോസ്ഫറസ് ആണെങ്കിൽ എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ് കാൽസ്യവും അതേപോലെ തന്നെ ഫോസ്ഫറസ് എന്ന് പറയുന്നത്. എല്ലിൻ്റെയും അതേപോലെ തന്നെ പല്ലിൻ്റെയും എന്താണ് നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. സോഡിയം ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയമാണ്. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നത് സോഡിയം. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനും മാനസിക വളർച്ചയ്ക്കുമാണ് അയഡിൻ. ഓക്കെ, അപ്പോൾ ധാതു ലവണങ്ങൾ പഠിച്ചു വയ്ക്കുക. നമ്മൾ പറഞ്ഞു ഇരുമ്പ്
രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണമാണ് ഇരുമ്പ്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണം. കാൽസ്യം ഫോസ്ഫറസ് എല്ലുകളുടെയും പല്ലുകളുടെയും നിർമ്മാണത്തിനും പേശികളുടെയും നാഡികളുടെയും പ്രവർത്തനത്തിനും. സോഡിയം ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നു. അയഡിൻ തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിനാണ് അയഡിൻ. അതേപോലെ തന്നെ മാനസിക വളർച്ചയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. ജീവകങ്ങളും ധാതുക്കളും അപര്യാപ്തത രോഗങ്ങളും എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലെ മുഴുവൻ പോയിന്റ്സും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നും വ്യക്തമായി പറഞ്ഞ് പഠിച്ചാണ് പോയത്. ഇനി ക്ലാസ് കണ്ട് കംപ്ലീറ്റ് ആയ ഉദ്യോഗാർത്ഥികൾ ഇതിൻ്റെ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. മക്കളെ, ഇനിയും ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി ടെലഗ്രാമിൽ ഒന്ന് പോയി ജോയിൻ ചെയ്യുക. കാരണം നമ്മളിടുന്ന ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട് അന്നന്ന് ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. പഠിക്കുക, റിവിഷൻ ചെയ്യുക, എക്സാംസ് എഴുതുക. ഇതാണ് കോമ്പറ്റീറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ള ഏക പോംവഴി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് എന്താണോ നമ്മൾ പറഞ്ഞത് ഇത് അങ്ങനെ തന്നെ PDF നോട്ടായിട്ട് നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾ 1, 2, 3 തവണ വായിച്ച് ക്ലാസ്സും കണ്ടതിന് ശേഷം 9 മണിക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ ബോളിൽ കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു ദിവസം നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെ വൈകുന്നേരമാകുമ്പോൾ അതിൽ നിന്നും ഓർത്തെടുക്കാൻ പറ്റുമെന്ന് നിങ്ങളെ തന്നെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ബോർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കുക, റിവിഷൻ ചെയ്യുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ക്ലാസ്സുകൾ കൃത്യമായി തന്നെ ഫോളോ ചെയ്ത് പോയാൽ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റും. മാസ്മരികതയോ അല്ലെങ്കിൽ ഭയങ്കരമായ ഡെപ്തിലേക്കുള്ള നോളജോ ഒന്നും വേണ്ട. എന്താണോ PSC ചോദിക്കുന്നത് അത് മാത്രം പഠിച്ച് റിവിഷൻ ചെയ്യുക. അതുമാത്രമാണ് ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാര്യങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും പഠിച്ച് അവസാനം ഒരു അവിയൽ പരുവത്തിലായി എക്സാമിൻ്റെ ഹോളിൽ ചെന്നിരിക്കുമ്പോൾ എല്ലാ ചോദ്യത്തിൻ്റെയും ഓപ്ഷനുകൾ നമ്മൾ കണ്ടിരിക്കുന്നതാണ്, പഠിച്ചിരിക്കുന്നതാണ്. അതിൽ നിന്ന് ഉത്തരങ്ങൾ എങ്ങനെ എടുക്കാം എന്നുള്ള കൺഫ്യൂഷനിലാണ് പല ഉദ്യോഗാർത്ഥികളും നെഗറ്റീവ് അടിച്ച് എക്സാം കുളമാക്കുന്നത്. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണോ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് തരുന്ന അതിൻ്റെ ഡീപ്പ് ആൻഡ് സെറ്റ് SCRT NCRT ഫാക്റ്റോട് കൂടിയുള്ള നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ക്ലാസ്സുകളുടെയും നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സിനും നമ്മൾ ക്ലാസ് കഴിയുമ്പോൾ അതിൻ്റെ ലിങ്കും അതിൻ്റെ PDF നോട്ടും പിൻ ചെയ്തിടാറുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് പോയി കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും. ഇന്ന് മുതൽ ഈ ക്ലാസ് കാണുന്ന ഉദ്യോഗാർത്ഥി ആണെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സോഴ്സും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നിങ്ങളുടേതായിട്ട് രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് ക്ലാസ്സുകൾ കൂടുതൽ കണ്ടു തീർത്ത് കഴിഞ്ഞാൽ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് പോലും ഇനിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ് അവസാനം നിന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്തോ, ക്ലാസ് കണ്ടോ, ഉറപ്പായും നിങ്ങൾക്ക് വിജയം ഉറപ്പായിരിക്കും. അതിനുവേണ്ടി മാക്സിമം എന്നാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ പുതിയൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ 1, 2 ക്ലാസ്സുകളൊക്കെ വരും അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ. കാരണം എത്രയും പെട്ടെന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളെ കൊണ്ട് കുറച്ച് ചോദ്യ പേപ്പറുകൾ കൂടി ചെയ്യിക്കണമെന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് പഠിച്ചു പോവുക. നിങ്ങൾക്ക് പറ്റാവുന്ന ടോപ്പിക്സ് മാത്രമാണ് ഞാൻ തരുന്നുള്ളൂ. അതും വേണ്ടത് മാത്രം സോർട്ട് ചെയ്ത് തന്നെയാണ് ഓരോ ടോപ്പിക്കും നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.